രാജ്യം നോട്ടമിട്ട കൊടും ഭീകരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2020 നവംബർ 13 മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിൽ അസം റൈഫിൾസ് വാഹനത്തിന് നേരെ നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് നോർത്ത് ഈസ്റ്റിൽ വലിയ കോലാഹലമാണ് അന്ന് ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2021 ആ വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഭീകരവാദിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തത് അസം പോലീസും NIA ചേർന്ന് നടത്തിയ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിലാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. PLA കേഡറാണ്, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കേഡറാണ് ഇയാൾ എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. NIA സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അന്ന് നടന്ന ആക്രമണങ്ങളുടെ ഭീകരവാദികളുടെ ഒന്നും തന്നെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് മാധ്യമങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അയാളുടെ പേര് പറയാൻ സാധിക്കാത്തത്. എന്തായാലും അന്ന് 2021 നവംബർ 13 മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിൽ എന്താണ് നടന്നത് എന്ന് കേട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാജ്യം മുഴുവൻ വേദനയോടെയാണ് ആ വിഷയം കേട്ടത്. 46 അസം റൈഫിൾസിന്റെ കേണൽ വിപ്ലവ് ത്രിപാഠിയുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് അന്ന് ഭീകരർ പതിയിരുന്ന് ആക്രമണം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയും 8 വയസ്സുള്ള പിഞ്ചു കുഞ്ഞും 4 റൈഫിൾമാരും അതിൽ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നതാണ്. മണിപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയാണ് ഇത് നടത്തിയത് എന്ന് അവർ അവകാശപ്പെട്ടു. എന്തായാലും ഇതിൽ 10 തീവ്രവാദികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്ന് കണ്ടെത്തിയത്. അതിനുശേഷം രാജ്യം ഈ തീവ്രവാദികളെ എല്ലാം പിടിക്കാനോ വകവരുത്താനോ ഉള്ള നീക്കത്തിലായിരുന്നു. ഇതേ തുടർന്ന് 2022 മണിപ്പൂരിൽ അസം റൈഫിൾസ് കമാൻഡന്റിന്റെ വാഹന വ്യൂഹത്തിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തിയ കേസിൽ തലയ്ക്ക് 4 ലക്ഷം വിലയിട്ട ഒരു ഭീകരവാദിയെ മണിപ്പൂർ നാഗ പീപ്പിൾസ് ഫ്രണ്ട് ഭീകരനെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന്. അതിനുശേഷം ഉണ്ടാകുന്ന അറസ്റ്റാണ് ഇപ്പോൾ നടക്കുന്ന ഈ അറസ്റ്റ്. രാവിലെ 11 മണിയോടെ കേണൽ ത്രിപാഠി ഒരു ഫോർവേഡ് ക്യാമ്പിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു പതിയിരുന്നുള്ള ഈ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായ ഇന്റലിജൻസ് ശ്രമങ്ങളെ തുടർന്ന് ഹുസായ് ജില്ലയിൽ നിന്നും അസം പോലീസ് PLA തീവ്രവാദിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇതൊരു നിർണായക ചുവടുവയ്പായി തന്നെയാണ് ഇപ്പോൾ NIAയും അസം പോലീസും കണക്കാക്കുന്നത്. വടക്കു കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിമത ശൃംഖലകളെ തകർക്കുന്നതിൽ കൂടുതൽ മുന്നേറ്റങ്ങൾക്ക് ഈ അറസ്റ്റ് കാരണമാകും എന്ന് തന്നെയാണ് സുരക്ഷാ സേന ഇപ്പോൾ വിശ്വസിക്കുന്നത്. അസം പോലീസിനും NIAയ്ക്കും ഈ ഉന്നത അറസ്റ്റ് ഒരു വലിയ വിജയമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്, ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.